സന്ധ്യക്കാണ് മേരി ഒരു മാക്സിയും ഇട്ട് ധൃതിയിൽ കടയിലേക്ക് വന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവളും ഞാനും കണ്ണുകൾ കൊണ്ട് കഥ പറയാറുണ്ട്. കണ്ണുകൾ കൊണ്ട് മാത്രം. നാട്ടിൽ തയ്യൽ കട തുടങ്ങിയ കാലം തൊട്ടേ മേരിയെ എനിക്കറിയാം. സംസാരിച്ചു വന്നപ്പോൾ പത്രോസ് അവളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയ നാളിലാണ് പോലും എൻ്റെ കടയുടെ ഉദ്ഘാടനം നടന്നത്. എല്ലാം ഒരു നിമിത്തമായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചു. ആ ചിരിയുടെ അവസാനം മേരി എന്നെയും ഞാൻ അവളെയും ഇമവെട്ടാതെ പരസ്പരം നിമിഷങ്ങളോളം നോക്കി നിന്നിരുന്നു. അന്നു തൊട്ട് തമ്മിൽ കൊള്ളുമ്പോഴൊക്കെ ഞങ്ങളുടെ കണ്ണുകൾ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുമായിരുന്നു. എന്താണെന്ന് കൃത്യമായി ചോദിക്കാൻ രണ്ടുപേരുടെയും നാക്കിന് ധൈര്യമുണ്ടായിരുന്നില്ല. അതേ സുഖേട്ട, ഈ ബ്ലൗസ് ഒന്ന് ചുരുക്കി തരുമോ? നാളെ ഒരു കല്യാണമുണ്ട്. ശ്യാമള പോയല്ലോ മേരി, അളവെടുക്കാൻ. എൻ്റെ ശബ്ദം മുറിഞ്ഞപ്പോൾ മേരി തലകുനിച്ചു. അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. വളരെ സ്വാഭാവികമായി എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില നിമിഷങ്ങൾ ഞങ്ങൾക്കിടയിൽ മിണ്ടാതെ മുറിഞ്ഞു നിൽക്കാറുണ്ട്. അത്യാവശ്യമാണെങ്കിൽ ഇങ്ങോട്ട് കയറി നിൽക്ക്, ഞാൻ തന്നെ എടുത്തോളാം. മേരി അനുസരിച്ചു. കൈവിറക്കാതെ ഞാൻ അളവെടുക്കാൻ തുടങ്ങി. കഴുത്തിലും കൈകളിലും എൻ്റെ വിരൽ കൊള്ളുമ്പോൾ അവളുടെ തൊണ്ടയിൽ നിന്ന് ശ്വാസം വിറക്കുന്നുണ്ടായിരുന്നു. മാറിടങ്ങളിൽ സ്പർശിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും മേരിയുടെ മാറിൻ്റെ മാംസളത അറിയാതെ ഞാൻ അറിഞ്ഞു. വിരൽത്തുമ്പുകളിൽ ഒന്നവിടം കൊണ്ടപ്പോഴേക്കും അവൾ പിൻവലിയുകയായിരുന്നു. തിരിഞ്ഞു നോക്കാതെ പോകുന്നതിനിടയിൽ കാലത്ത് താൻ വരുമേ എന്ന് മാത്രം അവൾ പറഞ്ഞു. എൻ്റെ ഭാര്യ പണ്ടൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയതായിരുന്നു. പഴയ കൂട്ടുകാരിൽ അവളുടെ കാമുകനും ഉണ്ടായിരിക്കണം. സന്ധ്യയ്ക്ക് മുമ്പേ വരാമെന്ന് പറഞ്ഞ് അനുവാദം ചോദിച്ചു പോയ അവളെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. ക്ഷമിക്കൂ സുകുവേട്ട എന്ന അവളുടെ കത്ത് കിട്ടിയപ്പോഴാണ് ഞാൻ തിരച്ചിൽ നിർത്തിയത്. ചുണ്ടലി പോലുള്ള ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയെ കാണാതെ ആ നാളുകളിൽ കാറിക്കരഞ്ഞത് എനിക്കിന്നും ഓർത്തെടുക്കാം. എന്തുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ തോന്നിയതെന്ന് ഇന്നും മനസ്സിലായിട്ടില്ല. മറ്റൊരാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കൂടിയുള്ള കഴിവ് മനുഷ്യരുടെ മനസ്സിനുണ്ടായിരുന്നുവെങ്കിൽ ലോകമിന്ന് എന്താകുമായിരുന്നുവല്ലേ. പിറ്റേന്ന് കാലത്ത് തന്നെ മേരി വന്നു. തലേന്ന് രാത്രിയിൽ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ബ്ലൗസ് ഞാൻ തയ്ച്ചു വെച്ചിരുന്നു. പൊതിഞ്ഞു കൊടുത്തപ്പോൾ അവൾ പണം തരാൻ തുനിഞ്ഞു. ഞാൻ വാങ്ങിയില്ല. അവൾ നിർബന്ധിച്ചുമില്ല. പക്ഷേ അന്ന് അവൾ കല്യാണത്തിന് പുറപ്പെട്ടു പോയത് ഞാൻ തയ്ച്ചു കൊടുത്ത ബ്ലൗസ് ധരിച്ചായിരുന്നില്ല. തലേന്ന് വന്ന അതേ നേരത്ത് മേരി വീണ്ടും കടയിലേക്ക് വന്നു. കടന്നൽ കുത്തിയ കവിളായിരുന്നു അവൾക്കപ്പോൾ. എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചുരുക്കാൻ തന്ന ബ്ലൗസിൽ തൻ്റെ കൈ പോലും കടക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ ചിണുങ്ങുകയായിരുന്നു. അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനത് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. അളവ് തെറ്റിയതായിരിക്കും. മേരി കേട്ടതായി ഭാവിച്ചില്ല. തൻ്റെ ബ്ലൗസ് നാളേക്ക് കൃത്യമായി തയ്ച്ചു തന്നില്ലെങ്കിൽ കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് അവൾ പോയത്. ചുരുങ്ങിപ്പോയ ആ തുണിക്കഷ്ണവുമായി ഏറെ നേരം ഞാൻ കടയിൽ തന്നെയിരുന്നു. അവസാനം ഒരു വെല്ലുവിളിയോടെ മേരിയുടെ ബ്ലൗസിനെ ഞാൻ വികസിപ്പിച്ചു. കട പൂട്ടി വീട്ടിലേക്കെത്തുമ്പോഴേക്കും മോൻ എൻ്റെ അമ്മയുടെ കൂടെ ഉറങ്ങിയിരുന്നു. കഴിഞ്ഞ മാസം അവന് 13 വയസ്സ് തികഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തെറ്റിയ മേരിയുടെ അളവും തലയിലിട്ടാണ് ആ രാത്രിയിൽ ഞാൻ കിടന്നത്. ആകെ നാണക്കേടായിപ്പോയെന്ന ചിന്തയിൽ മുങ്ങിയ എൻ്റെ കണ്ണുകളെ പുലരുവോളം എനിക്ക് ഉറക്കാനേ സാധിച്ചില്ല. ആദ്യമായിട്ടായിരുന്നു എനിക്കൊരാളുടെ അളവ് തെറ്റുന്നത്. പിറ്റേന്ന് ഇത്തിരി വൈകിയാണ് ഞാൻ കടയിലേക്ക് എത്തിയത്. മേരി വന്നതും ബ്ലൗസ് കൊണ്ടുപോയതുമൊക്കെ ശ്യാമള പറഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം കട പൂട്ടാൻ നേരത്ത് മേരി വീണ്ടും വന്നു. വികസിപ്പിച്ച ബ്ലൗസിൻ്റെ കയ്യും കഴുത്തും വലുതാണ് പോലും. ഞാൻ തലകുനിച്ചു. ഇതാണ് എൻ്റെ അളവ്. മറ്റൊരു ബ്ലൗസ് നീട്ടിക്കൊണ്ടാണ് മേരി അത് പറഞ്ഞത്. ഞാനത് വാങ്ങിക്കുമ്പോൾ അവൾ എന്നോട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരാശ്വാസം തോന്നിയത്. നിൻ്റേതായതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. സുകുവേട്ടന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? മറുപടിയായി ഇല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിരുന്നാലും പറയാനുള്ളിലൊരിഷ്ടം വർഷങ്ങളോളം വെമ്പുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പെണ്ണും പിള്ള വെറുതെയല്ല ഇട്ടേച്ച് പോയതെന്നും പറഞ്ഞ് മേരി മുഷിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. പോകാൻ നേരം ആ മരത്തലയൻ പത്രോസും നിങ്ങളുടെ കൂട്ടായിരുന്നുവെന്ന് അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ആ തലയുമായി മേരിയുടെ ബ്ലൗസ് വീണ്ടും ഞാൻ മുറിച്ചു. അതും തെറ്റി.
അളവിന് കൊണ്ടുവന്ന ബ്ലൗസായിരുന്നു ഇത്തവണ ഞാൻ ചുരുക്കിയത്. വീണ്ടും തയ്ക്കാനുള്ള ബലം 2 തുണികൾക്കും നഷ്ടമായിരിക്കുന്നു. കയ്യിൽ കിട്ടിയ മേരിയുടെ അളവ് കത്രിക തിന്നല്ലോ എന്ന നിരാശയോടെ കടയടഞ്ഞു. വീട്ടിലേക്കുള്ള ദൂരം അത്രയും. നാളെ ബ്ലൗസിനായി വരുന്ന അവളോട് എന്തു പറയുമെന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. എത്ര വട്ടം വെട്ടിക്കീറി തുന്നിയാലും അളവൊക്കാത്ത തുണി പോലെയാണ് ബന്ധങ്ങളിൽ ചില മനുഷ്യരെന്ന് എനിക്കന്ന് തോന്നിപ്പോയി. എത്ര ഇഷ്ടമുണ്ടായിട്ടും ഇല്ലെന്ന് പറഞ്ഞ് പരസ്പരം ഉടുക്കാൻ എന്നെയും മേരിയെയും പോലെ എത്ര പേരായിരിക്കുമല്ലേ ഈ ഭൂമിയിൽ പറയാതെ കാത്തിരിക്കുന്നത്. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക. അടുത്ത കഥയുമായി ഉടനെ കാണാം. താങ്ക് യു ഓൾ.